ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ സച്ചി സുധിയുടെ എല്ലാ കള്ളത്തരങ്ങളും വീട്ടുകാർക്ക് മുന്നിൽ പൊളിച്ചടക്കുന്നുണ്ട് കേട്ടോ. സുധിയുടെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിന്ന ചന്ദ്രയും സുധിയോടൊപ്പം എല്ലാവരുടെയും മുന്നിൽ നാണം കിടുന്നുണ്ട്. അതായത് ഒരു ദിവസം സുധി വീട്ടിലെത്തി ഷോറൂമിലുണ്ടായ ഒരു കാര്യം എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഗമയോടെ വിളമ്പാണ് കേട്ടോ. ഇന്ന് ഷോറൂമിൽ കാർ എടുക്കാൻ വന്നത് ആരാണെന്നറിയോ? ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ വിജയാണ് വന്നത്. എന്നോടാണ് MD കാറിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ പറഞ്ഞത്. വിജയിനെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയതും ഞാനാണ് എന്നെല്ലാം ഗമയോടെ സുധി പറയുമ്പോൾ, വിജയൊക്കെ നിൻ്റെ ഷോറൂമിൽ വരുമോ എന്ന് പരിഹാസത്തോടു കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി സുധിയോട്. ചന്ദ്രമതിയാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കുക സുധി, കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ, അതെന്താ അമ്മ അവനെ പറയാൻ അനുവദിക്കുക, അവൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അവിടെ നിന്നുകൊണ്ട്. വീണ്ടും സുധിയാണെങ്കിൽ ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. 2 കാറൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വിജയ് പോയത്. എന്നെ വിജയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കാരണം ഒരുപാട് കോടികളുടെ ബിസിനസ് നടന്നതുകൊണ്ട് തന്നെ എൻ്റെ ശമ്പളം ഇരട്ടിയാക്കി തരാമെന്നും MD പറഞ്ഞിട്ടുണ്ട്. കേട്ടോ ശ്രുതി, അടുത്ത മാസം മുതൽ എനിക്ക് ഇരട്ടി ശമ്പളമാണ് കിട്ടാൻ പോകുന്നത് എന്നെല്ലാം ശ്രുതി പറയുന്നത് കേട്ട് ശ്രുതിയാണെങ്കിൽ അതൊന്നും കേട്ടിട്ടും യാതൊരു സന്തോഷവും ഇല്ലാതെ ഇങ്ങനെ വിഷമഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതിക്ക് എന്താ ഇതൊന്നും കേട്ടിട്ട് ഒരു സന്തോഷവും ഇല്ലാതെ എന്ന് ചിന്തിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രുതി ഇതേ സമയം. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, എന്നാലേ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. നീ രാവിലെ ജോലിക്കെന്നും പറഞ്ഞ് എവിടേക്കാണ് പോകുന്നതെന്ന് നിനക്ക് കൂടി ഞാൻ കാണിച്ചു തരട്ടെ. TV-യിൽ എല്ലാവരും ഇത് ഒരു തവണ കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് നീ കൂടി ഇത് ഒരു തവണ കണ്ടു നോക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി TV ഓൺ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സുധിയാണെങ്കിൽ പിടിക്കപ്പെട്ടോ എന്ന് ആലോചിച്ച് ഇങ്ങനെ സംശയത്തോടു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് TV-യിൽ ആ പാർക്ക് കാണുന്നതും, ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള പാർക്കല്ലേ എന്ന് സുധി ചോദിക്കുമ്പോൾ, ഓ അപ്പോൾ നിനക്ക് ഈ പാർക്ക് മനസ്സിലായില്ലേ, ഏതായാലും ബാക്കിയുള്ള സീൻ കൂടി നീ ഒന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും സച്ചി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും സുധിക്ക് പിന്നെ കമാന്നൊരക്ഷരം പോലും മിണ്ടാനായിട്ട് കഴിയുന്നില്ല കേട്ടോ. കാരണം സുധി അവിടെ പാർക്കിൽ ചെന്നിരിക്കുന്നതും അവിടെ വെറുതെ ഇരുന്ന് സമയം കളയുന്നതും വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ TV-യിൽ കാണുന്നത്. ശരിക്കും സ്തബ്ധനായിട്ട് പോകുന്നുണ്ട് കേട്ടോ സുധി ഇതെല്ലാം കണ്ട്. തുടർന്ന് ഇപ്പം നിനക്ക് എല്ലാം ക്ലിയർ ആയല്ലോ, നീ രാവിലെ ജോലിക്കെന്നും പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാ? പാർക്കിൽ പോയി ഇരിക്കാനല്ലേ? ഇപ്പം ഇവിടെ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞു. നീ എല്ലാവരെയും പറ്റിച്ച് ജോലിക്കാണെന്നും പറഞ്ഞു പോകുന്നത് പാർക്കിൽ പോയി വെറുതെ ഇരിക്കാനല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നത് കേട്ട് സച്ചിയുടെ മുന്നിൽ ശരിക്കും നാണം കെട്ട് പോകുന്നുണ്ട് കേട്ടോ സുധി. ശേഷം നീ എന്തിനാ സുധി ഇതെല്ലാം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്? നീ എന്തിനാ നുണ പറഞ്ഞേ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ സുധിയാണെങ്കിൽ ഒളികണ്ണിട്ട് ചന്ദ്രയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ചന്ദ്രയ്ക്കും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന കാര്യം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു അല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവൻ്റെ കള്ളത്തരത്തിന് കൂട്ടുനിന്നു, അതോ നിങ്ങൾ തന്നെയാണോ ഇവൻ ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ സച്ചി. തുടർന്ന് സച്ചി ചോദിച്ചത് നീ കേട്ടില്ലേ ചന്ദ്രേ, നിനക്കും എല്ലാം അറിയാമായിരുന്നു എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ അറിയാമായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അത് കേൾക്കുന്നതും, അന്ന് നീ ആധാരം എന്നോട് പറയാതെ എടുത്തുകൊണ്ട് പോയി പണയം വെച്ചു, ഇന്ന് ഇവൻ്റെ ജോലി പോയ കാര്യം എന്നോട് മറച്ചു വെച്ചു. ഇതാണല്ലേ ചന്ദ്രേ അന്ന് ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നപ്പോൾ എന്നോടൊരു വാക്ക് പറയാതെ നീ ഞങ്ങളെ പറഞ്ഞു വിട്ടത്. ഇന്ന് ഷോറൂമിൽ വെച്ച് ഇങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്നെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും വർഷം ആകെ നാണം കെട്ടുപോയേനെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. തുടർന്ന് സച്ചി വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ കാറ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ നീ എന്താ പറഞ്ഞത്? ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ കളിയാക്കി. ജോലിയും കൂലിയും ഇല്ലാതെ വെറുതെ പാർക്കിൽ പോയിരിക്കുന്നത് നീയല്ലടാ. രേവതി വീടിന് മുന്നിൽ ഒരു പൂക്കട ഇട്ടപ്പോഴും നിൻ്റെ സ്റ്റാറ്റസിനെ അത് ബാധിക്കുമെന്നല്ലേ നീ പറഞ്ഞത്? അവൻ്റെ ഒരു സ്റ്റാറ്റസ് ഇപ്പം എവിടെ പോയടാ നിൻ്റെ സ്റ്റാറ്റസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സുധിക്ക് നേരെ ആഞ്ഞടിക്കുന്നുണ്ട് കേട്ടോ സച്ചി. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഏത് ജോലിക്കും അതിൻ്റേതായ വിലയും മാന്യതയുണ്ട്, ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായോ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. രേവതിയും വെറുതെ വിടുന്നില്ല. രേവതി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ഈ സമയത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നത് മോശമാണെന്ന് എനിക്കറിയാം, എങ്കിലും എനിക്കിത് ചോദിക്കാതെ വേറെ നിവൃത്തിയില്ല. നീ പറഞ്ഞു നിൻ്റെ
ഭർത്താവ് കാറ് സെയിൽ ചെയ്യാൻ പോകുന്നയാളാണെന്ന്, നല്ല ഷർട്ട് ഇട്ടിട്ടേ പോകാവൂ എന്ന്, ആ സമയം എൻ്റെ ഭർത്താവ് വെറും ഡ്രൈവറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ അപമാനിക്കുകയൊക്കെ ചെയ്തല്ലോ. തേച്ച് മിനുക്കിയ ഷർട്ട് ഇട്ട് പാർക്കിൽ പോയി വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇയാളുടെ ജോലിയെക്കുറിച്ച് പറഞ്ഞ് നീ അന്ന് ആളാവാൻ നോക്കിയില്ലേ? മാത്രമല്ല സച്ചിയേട്ടനെ നീ അപമാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്കും നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. ശ്രുതിയാണെങ്കിൽ രേവതിയോട് മറുത്തൊരക്ഷരം പോലും പറയാൻ പറ്റാതെ നിന്നുരുകയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിലും പഞ്ചപുച്ഛ മടക്കി തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ്. പിന്നീട് എന്തിനാ നീ ഈ ജോലി പോയ കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്? നിന്റെ ഭാര്യയോടെങ്കിലും നിനക്കിത് തുറന്ന് പറയാമായിരുന്നില്ലേ എന്ന് രവീന്ദ്രൻ ശ്രുതിയോട് ചോദിക്കുമ്പോൾ, ഇവൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഈ പൗഡർ അമ്മച്ചി, ഇവളും കൂടി അറിഞ്ഞിട്ടായിരിക്കും അച്ഛാ ഇതെല്ലാം ഇവൻ ചെയ്തത്. ഇവരെ ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല, ഇവർ കള്ളം മാത്രമേ പറയൂ പ്രവർത്തിക്കൂ എന്നൊക്കെ സച്ചി സച്ചി ഇങ്ങനെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിയിൽ നിന്നും ഈ ആരോപണം കൂടി കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ശരിക്കും തകർന്നു പോകുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി പോവുകയാണ് കേട്ടോ ശ്രുതിയുടെ പിന്നാലെ ശ്രുതിയും പോകുന്നുണ്ടെങ്കിലും ശ്രുതിയെ റൂമിനകത്തേക്ക് കയറ്റാതെ ശ്രുതിക്ക് നേരെ വാതിൽ വലച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ശ്രുതിയുടെ അവസ്ഥ കാണുന്ന രവീന്ദ്രൻ, നീ ഞങ്ങളോട് കാണിക്കുന്ന കള്ളത്തരങ്ങളും നുണയൊന്നും ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതല്ല, പക്ഷേ നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് നിൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെയുണ്ട്, അക്കാര്യം നീ മറക്കരുതായിരുന്നു, അവളെയാണ് നീ പറ്റിച്ചത്, ആദ്യം അവളോട് പോയി മാപ്പ് പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ശ്രുതിയോടായിട്ട്. തുടർന്ന് ചന്ദ്രയും പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ ശ്രുതി എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണമെന്ന്. ഇപ്പം എല്ലാവരും എല്ലാം അറിഞ്ഞപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ. നീ ശ്രുതിയെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് നീ എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ശ്രുതിയാണെങ്കിൽ ഇതേ സമയം റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സങ്കടവും അതേസമയം രേവതിയുടെയും സച്ചിയുടെയും മുന്നിൽ നാണം കെടേണ്ടി വന്നല്ലോ എന്നുകൂടി ഓർത്ത് ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ ശ്രുതി. ഇതേ സമയം ശ്രുതി വന്നിട്ട് ശ്രുതിയെ പതുക്കെ തൊടാൻ നോക്കുന്നതും തൊട്ടു പോകരുത് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ ഇത്രയും നാൾ? എല്ലാ ദിവസവും ജോലിക്കെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്നും പോയി. ഒരിക്കലെങ്കിലും എന്നോട് സത്യം തുറന്നു പറയാൻ ശ്രുതിക്ക് തോന്നിയില്ലല്ലോ. നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഞാൻ ചെയ്തു. എന്നോടിത് വേണ്ടായിരുന്നു ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും നിയന്ത്രണം വിടുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക്. നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയ ശ്രുതി ഞാൻ എല്ലാം മറച്ചു വെച്ചത്. അതുമാത്രമല്ല സച്ചി എന്നെ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്നത് നിനക്കറിയാവുന്നതല്ലേ. എനിക്ക് ജോലി പോയ വിവരം കൂടി അവൻ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെയും നിന്നെയും മാത്രമല്ല അമ്മയെയും അപമാനിക്കും എന്നെല്ലാം പറഞ്ഞ് സ്വയം ന്യായീകരിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ മുന്നിൽ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത്? ശ്രുതിയുടെ കാര്യങ്ങൾ മുഴുവൻ സച്ചി തന്നെയല്ലേ ആദ്യം അറിഞ്ഞത്? ആ രേവതിയുടെ മുന്നിൽ ഞാൻ നാണം കെട്ടില്ലേ? എല്ലാത്തിനും ശ്രുതി മാത്രമാണ് ഉത്തരവാദി. ഇനി ഞാൻ എങ്ങനെ രേവതിയുടെ മുഖത്ത് നോക്കും? അവൾ എനിക്ക് ഒരു വിലയും തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് നേരെ. വീണ്ടും പലതും പറഞ്ഞ് ശ്രുതിയെ കൺവിൻസ്ഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങളെ എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോകരുത്, അത്രയ്ക്കാണ് ശ്രുതിയെ ഞാൻ സ്നേഹിച്ചതും വിശ്വസിച്ചതും. എന്തെല്ലാം തടസ്സങ്ങൾ നേരിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്ന് നിനക്കറിയോ? എല്ലാവരും എന്നെ വഞ്ചിച്ചു. കുറച്ചൊക്കെ കള്ളത്തരങ്ങൾ ശ്രുതി ചെയ്യുന്നുണ്ട് എന്ന് പണ്ടേ എനിക്കറിയാമായിരുന്നു. പക്ഷേ നീ ഒരു നിഷ്കളങ്കനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ശ്രുതി, നീ എന്നെ ശരിക്കും ചതിച്ചു. എനിക്കിനി നിന്നെ കാണണ്ട, നീ എൻ്റെ കൺമുന്നിൽ പോലും വരരുത്, ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ നേരെ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രുതി. അങ്ങനെ ശ്രുതിക്ക് നേരെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ശ്രുതി പിന്നീട് തൻ്റെ സങ്കടങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നതിനായിട്ട് മീരയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളെല്ലാം ശ്രുതിയിൽ നിന്നും അറിയുന്ന മീര ശ്രുതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ ശ്രുതി, അവൻ ജോലിക്കൊന്നും പോകാൻ പോകുന്നില്ലെന്ന്. അവൻ ഭയങ്കര മടിയനാണെന്ന് എനിക്ക് മുൻപേ സംശയം ഉണ്ടായിരുന്നു. അന്ന് ആ പാർക്കിൽ വെച്ച് അവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അത് ഞാൻ നിന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞതിനെ നീ എതിർത്തു, അവൻ്റെ കൂടെ നിന്നു. ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞില്ലേ എന്ന് മീര ചോദിക്കുമ്പോൾ, ഞാൻ ശ്രുതിയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു മീര, അതാ എനിക്ക് പറ്റിയ തെറ്റ്. ഇപ്പം ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കേട്ടു. ഇനി ഞാൻ രേവതിയുടെയും വർഷയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടാവോ എന്ന് പറഞ്ഞുകൊണ്ട് മീരയുടെ മുന്നിൽ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ ശ്രുതി. അപ്പോൾ മീര പറയുന്നുണ്ട്, അവന് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന് നീ ഇത്രമാത്രം വിഷമിക്കുന്നുണ്ട്. നീ എന്തെല്ലാം കാര്യങ്ങൾ ശ്രുതിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലും ശ്രുതി അറിയുമ്പോൾ അവൻ നിന്നെയും കുറ്റപ്പെടുത്തില്ലേ? അതിനെപ്പറ്റി നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശ്രുതി? നിൻ്റെ അമ്മായിയമ്മയും വീട്ടുകാരും ഒക്കെ ഇതറിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ മീര പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ. കാരണം താനും പല കള്ളത്തരങ്ങളും മറച്ചു വെച്ചിട്ടാണ് ശ്രുതിയുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ
സുധി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി അവനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനുള്ള ഒരർഹതയും തൻ്റെ ഭാഗത്ത് ഇല്ല എന്ന് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ ശ്രുതി. തുടർന്ന് മീര പറയുന്നുണ്ട്, സുധിക്ക് ഇപ്പോൾ ഒരു ജോലിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ പ്രശ്നം അവനൊരു ജോലി കിട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ നിൻ്റെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് നീ ഇതൊരു വലിയ പ്രശ്നം ആക്കാതിരിക്കുന്നതാണ് നല്ലതെന്നായി ഞാൻ പറയൂ എന്നൊക്കെ മീര പറയുമ്പോൾ, നീ പറഞ്ഞത് ശരിയാണ് മീര, പക്ഷേ എനിക്കിത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. സച്ചി ഒരു കുടിയനായതുകൊണ്ട് തന്നെ രേവതിക്ക് ആ വീട്ടിൽ ഒരു വിലയും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ആവില്ലേ എൻ്റെ അവസ്ഥയും. സുധിക്ക് ജോലിയില്ലാത്തതിൻ്റെ പേരും പറഞ്ഞ് ഇനി അവരെന്നെ കളിയാക്കില്ലേ, അതൊക്കെ ഓർത്ത് ആ വീട്ടിൽ എനിക്കിനി എന്തെങ്കിലും ഒരു വിലയുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും മീരയുടെ മുന്നിൽ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. തുടർന്ന് മീര ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അതും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കല്ലേ ശ്രുതി, അവിടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം കഴിഞ്ഞു, അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, അവരെ തിരികെ വീട്ടിലേക്ക് വിളിച്ചില്ലേ, അതുപോലെ ഈ പ്രശ്നവും മറന്നു കളയുന്നതാണ് നല്ലത്. ഞാനൊരു ചായ എടുത്തിട്ട് വരാം, ചായ കുടിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം, നീ വിഷമിക്കേണ്ട ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് മീര ചായ എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. പക്ഷെ മീര എത്ര ആശ്വസിപ്പിച്ചിട്ടും ശ്രുതിയിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ശ്രുതിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് കേട്ടോ ഈ ഒരു ഇൻസിഡൻറ്റ്. അതുകൊണ്ട് തന്നെ മീരയോട് ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ ശ്രുതി. മീര ചായയുമായിട്ട് തിരികെ വരുന്നതും ശ്രുതി അവിടെ ഒന്നും കാണുന്നില്ല. ശ്രുതി എവിടെ പോയി എന്ന് അറിയാനായിട്ട് സുധിയെ വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ മീര.